അപ്പോൾ വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഫെബ്രുവരി 7 നടക്കുന്ന സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം. ശരിയായ പ്രസ്താവനകൾ: സമാധാനപരമായ സഹവർത്തിത്വം, വംശീയവാദത്തോടുള്ള വിദ്വേഷം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? സമാധാനപരമായ സഹവർത്തിത്വം, വംശീയവാദത്തോടുള്ള വിദ്വേഷം. 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ എ ടി പ്രകാശം. 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ്? ടി പ്രകാശം. താഴെ നൽകിയിരിക്കുന്നവരിൽ നിവർത്തന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം? ഓപ്ഷൻ ബി 1ഉം 2ഉം 4ഉം. NV ജോസഫ്, സി കേശവൻ, TM വർഗീസ്. താഴെ നൽകിയിരിക്കുന്നവരിൽ നിവർത്തന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം? NV ജോസഫ്, സി കേശവൻ, TM വർഗീസ്. താഴെ പറയുന്നവയിൽ ഏതാണ് പണ്ഡിറ്റ് കറുപ്പനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന? ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം. ശരിയായ പ്രസ്താവനകൾ: കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നു. പുലയർ എന്ന കവിത എഴുതി. താഴെ പറയുന്നവയിൽ ഏതാണ് പണ്ഡിറ്റ് കറുപ്പനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന? കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നു. പുലയർ എന്ന കവിത എഴുതി. ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ എ സുരേന്ദ്രനാഥ ബാനർജി. ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ ആരാണ്? സുരേന്ദ്രനാഥ ബാനർജി. ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ ഉൾപ്പെടാത്ത രാജ്യമേത്? ഓപ്ഷൻ ബി ശ്രീലങ്ക. ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ ഉൾപ്പെടാത്ത രാജ്യം ശ്രീലങ്ക. ആൻഡമാൻ ദ്വീപ് സമൂഹത്തെയും നിക്കോബാർ ദ്വീപ് സമൂഹത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം? ഓപ്ഷൻ ബി 10 ഡിഗ്രി ചാനൽ. ആൻഡമാൻ ദ്വീപ് സമൂഹത്തെയും നിക്കോബാർ ദ്വീപ് സമൂഹത്തെയും വേർതിരിക്കുന്ന സമുദ്രഭാഗം 10 ഡിഗ്രി ചാനൽ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. 2011 സെൻസസ് പ്രകാരം ജനസാന്ദ്രതയിൽ 1ാമത് നിൽക്കുന്ന സംസ്ഥാനം? ഓപ്ഷൻ ബി ബീഹാർ. 2011 സെൻസസ് പ്രകാരം ജനസാന്ദ്രതയിൽ 1ാമത് നിൽക്കുന്ന സംസ്ഥാനം ബീഹാർ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ആഗ്നേയശിലയ്ക്കുദാഹരണം? ഓപ്ഷൻ സി ബസാൾട്ട്. ആഗ്നേയശിലയ്ക്കുദാഹരണം ബസാൾട്ട്. ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി? ഓപ്ഷൻ ഡി 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ ബി ഏഷ്യൻ വികസന ബാങ്ക്, ബെയ്ജിങ്. ഏഷ്യൻ വികസന ബാങ്കിൻ്റെ ആസ്ഥാനം ഫിലിപ്പീൻസിലെ മനിലയാണ്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ്
ബാങ്ക്, അതായത് ഏഷ്യൻ വികസന ബാങ്കിന്റെ ആസ്ഥാനം ഫിലിപ്പീൻസിലെ മനിലയാണ്. താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കുന്നവയാണ് ലോകബാങ്ക് വാഷിംഗ്ടൺ DC, ഭാരതീയ റിസർവ് ബാങ്ക് മുംബൈ, അന്താരാഷ്ട്ര നാണയനിധി വാഷിംഗ്ടൺ DC. അതും കൂടെ ഓർത്ത് വെച്ചോണം. താഴെ പറയുന്ന ധനകാര്യ സ്ഥാപനങ്ങളുടെ ആസ്ഥാനങ്ങൾ ശരിയായിട്ടുള്ളവ: ലോകബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC, ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ, അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം വാഷിംഗ്ടൺ DC. അതുപോലെ ഏഷ്യൻ വികസന ബാങ്കിന്റെ ആസ്ഥാനം ഫിലിപ്പീൻസിലെ മനിലയാണ്. അപ്പം അതും കൂടെ ഓർത്തു വയ്ക്കുക. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി 1949 നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ശ്രമം നടത്തിയത് ദാദാഭായ് നവറോജിയാണ്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി ഉൽപ്പന്ന രീതിയും വരുമാന രീതിയും ഉപയോഗിക്കുന്നു. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി 1949 നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ശ്രമം നടത്തിയത് ദാദാഭായ് നവറോജിയാണ്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി ഉൽപ്പന്ന രീതിയും വരുമാന രീതിയും ഉപയോഗിക്കുന്നു. ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ എ 1, 2, 3. ശരിയായ പ്രസ്താവനകൾ: ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് 1995 അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുക എന്നത് ലോക വ്യാപാര സംഘടനയുടെ പ്രധാന ലക്ഷ്യമാണ്. ലോക വ്യാപാര സംഘടന ഗാട്ടിന്റെ പിന്തുടർച്ചക്കാരനായി അറിയപ്പെടുന്നു. ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ശരിയായ പ്രസ്താവനകൾ: ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് 1995 അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുക എന്നത് ലോക വ്യാപാര സംഘടനയുടെ പ്രധാന ലക്ഷ്യമാണ്. ലോക വ്യാപാര സംഘടന ഗാട്ടിന്റെ പിന്തുടർച്ചക്കാരനായി അറിയപ്പെടുന്നു. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. ഓർത്തു വെച്ചോണേ, ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലൻഡിലെ ജനീവ. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത് PC മഹലോനോബിസ് ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകളാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത് 1950 ഇന്ത്യയിലെ ആസൂത്രണത്തിന്റെ ശില്പിയായി അറിയപ്പെടുന്നത് PC മഹലോനോബിസ് ആണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് ഗുൽസാരിലാൽ നന്ദ. താഴെ പറയുന്നവയിലെ ശരിയായ പ്രസ്താവനകൾ ഓർത്തുവെക്കുക. സ്വതന്ത്ര ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത് 1950 ഇന്ത്യയിലെ ആസൂത്രണത്തിന്റെ ശില്പിയായി അറിയപ്പെടുന്നത് PC മഹലോനോബിസ് ആണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് ഗുൽസാരിലാൽ നന്ദ. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ 2ാം ഘട്ടത്തിന്റെ കാലയളവ് ഏത്? ഓപ്ഷൻ ബി 1970കളുടെ മധ്യം മുതൽ 1980കളുടെ മധ്യം വരെ.
താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടത്തിന്റെ കാലയളവ് 1970-കളുടെ മധ്യം മുതൽ 1980-കളുടെ മധ്യം വരെ. ഭാരതീയ റിസർവ് ബാങ്കിന്റെ നൂതന സംരംഭമായ ഡിജിറ്റൽ പേയ്മെന്റ് സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ സി 1ഉം 3ഉം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: 2021 ജാനുവരി 1-ന് റിസർവ് ബാങ്ക് തുടക്കമിട്ട പദ്ധതിയാണ് പണരഹിത ഇടപാടുകളുടെ വളർച്ച അളക്കുന്നതിനുള്ള സൂചികയായാണ് ഡിജിറ്റൽ പേയ്മെന്റ് സൂചിക. ഭാരതീയ റിസർവ് ബാങ്കിന്റെ നൂതന സംരംഭമായ ഡിജിറ്റൽ പേയ്മെന്റ് സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: 2021 ജാനുവരി 1-ന് റിസർവ് ബാങ്ക് തുടക്കമിട്ട പദ്ധതിയാണ് പണരഹിത ഇടപാടുകളുടെ വളർച്ച അളക്കുന്നതിനുള്ള സൂചികയാണ് ഡിജിറ്റൽ പേയ്മെന്റ് സൂചിക. നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യുന്നതിന് അറിയപ്പെടുന്ന പേര്. ഓപ്ഷൻ ബി ജെറി മാൻഡറിംഗ്. നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യുന്നതിന് അറിയപ്പെടുന്ന പേര് ജെറി മാൻഡറിംഗ്. ഇന്ത്യയിൽ ഭരണഘടനയിൽ പട്ടികജാതി പട്ടികവർഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ഡി 330 മുതൽ 342 വരെ. ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടികജാതി പട്ടികവർഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? 330 മുതൽ 342 വരെ. ഇന്ത്യയിലെ നിയോജക മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ അതിർത്തി നിർണയ കമ്മീഷൻ. ഇന്ത്യയിൽ നിയോജക മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നത് ആരാണ്? അതിർത്തി നിർണയ കമ്മീഷൻ. തദ്ദേശീയ ഗവൺമെന്റ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി. ഓപ്ഷൻ സി പി.കെ. തുങ്കൻ കമ്മീഷൻ. തദ്ദേശീയ ഗവൺമെന്റ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി പി.കെ. തുങ്കൻ കമ്മീഷൻ. ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന് നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും വിശേഷിപ്പിച്ചത്. ഓപ്ഷൻ ഡി ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന് നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും വിശേഷിപ്പിച്ചത് ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. ലോകസഭയുടെ പുതിയ സെക്രട്ടറി ജനറൽ താഴെ പറയുന്നവരിൽ ആരാണ്? ഓപ്ഷൻ ബി ഉത്പൽ കുമാർ സിംഗ്. ലോകസഭയുടെ പുതിയ സെക്രട്ടറി ജനറൽ താഴെ പറയുന്നവരിൽ ആരാണ്? ഉത്പൽ കുമാർ സിംഗ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി. ഓപ്ഷൻ എ ജെ.ബി. കൃപലാനി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി ജെ.ബി. കൃപലാനി. ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട്. ഓപ്ഷൻ സി ക്യോ വാറണ്ടോ. ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട് ക്യോ വാറണ്ടോ. 44-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? ഓപ്ഷൻ ബി നീലം സഞ്ജീവ റെഡ്ഡി. 44-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? നീലം സഞ്ജീവ റെഡ്ഡി. കേരളത്തിൽ നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഓപ്ഷൻ എ 2008 ഓഗസ്റ്റ് 11. കേരളത്തിൽ നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11. കേരളത്തിൽ ക്യാൻസർ ചികിത്സ സൗജന്യമാക്കിയ പദ്ധതി. ഓപ്ഷൻ സി സുകൃതം. കേരളത്തിൽ ക്യാൻസർ ചികിത്സ സൗജന്യമാക്കിയ പദ്ധതി സുകൃതം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം. ഓപ്ഷൻ ഡി കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. ഭരണഘടനയിൽ ഭരണ ട്രൈബ്യൂണലിനെ പറ്റി. ഓപ്ഷൻ എ അനുച്ഛേദം 323A. ഭരണഘടനയിൽ ഭരണ ട്രൈബ്യൂണലിനെ പറ്റി അനുച്ഛേദം 323A.
ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ ശ്വാസകോശത്തിലെ വായുവിനിമയവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന അളവുകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 2ഉം 3ഉം മാത്രം. ഉച്ഛ്വാസ സംഭരണ വ്യാപ്തം 2500 മുതൽ 3000 മില്ലി ലിറ്റർ. നിശ്വാസ സംഭരണ വ്യാപ്തം 1000 മുതൽ 1100 മില്ലി ലിറ്റർ വരെ. ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ ശ്വാസകോശത്തിലെ വായുവിനിമയവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന അളവുകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഉച്ഛ്വാസ സംഭരണ വ്യാപ്തം 2500 മുതൽ 3000 മില്ലി ലിറ്റർ വരെ. നിശ്വാസ സംഭരണ വ്യാപ്തം 1000 മുതൽ 1100 മില്ലി ലിറ്റർ വരെ. ഹൈഡ്രാർക്ക് എന്ന പാരിസ്ഥിതിക അനുക്രമത്തിലെ തന്നിരിക്കുന്ന വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ക്രമം കണ്ടെത്തുക. ഓപ്ഷൻ സി ACEBD. സസ്യപ്ലവക ഘട്ടം, മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ ഘട്ടം, മുങ്ങിക്കിടക്കുന്നതും ഒഴുകി നടക്കുന്നതുമായ സസ്യങ്ങളുടെ ഘട്ടം, പുല്ലുകൾ നിറഞ്ഞ ചതുപ്പ് ഘട്ടം, കുറ്റിച്ചെടികൾ ഉൾപ്പെട്ട ഘട്ടം. ഹൈഡ്രാർക്ക് എന്ന പാരിസ്ഥിതിക അനുക്രമത്തിലെ തന്നിരിക്കുന്ന വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ക്രമം കണ്ടെത്തുക. സസ്യപ്ലവക ഘട്ടം, മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ ഘട്ടം, മുങ്ങിക്കിടക്കുന്നതും ഒഴുകി നടക്കുന്നതുമായ സസ്യങ്ങളുടെ ഘട്ടം, പുല്ലുകൾ നിറഞ്ഞ ചതുപ്പ് ഘട്ടം, കുറ്റിച്ചെടികൾ ഉൾപ്പെട്ട ഘട്ടം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. ഓപ്ഷന് 1ഉം 2ഉം മാത്രം. ശരിയായ പ്രസ്താവനകൾ: മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ 18ാമത് വന്യജീവി സങ്കേതം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ 18ാമത് വന്യജീവി സങ്കേതം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ടൈപ്പ് 2 പ്രമേഹവുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം? ഓപ്ഷൻ സി 2ഉം 4ഉം മാത്രം. ജീവിതശൈലി രോഗമായി കരുതപ്പെടുന്നു. ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്ന് അറിയപ്പെടുന്നു. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ടൈപ്പ് 2 പ്രമേഹവുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം? ജീവിതശൈലി രോഗമായി കരുതപ്പെടുന്നു. ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്ന് അറിയപ്പെടുന്നു. കേരള ആരോഗ്യക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്ത് അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ നടപ്പാക്കുന്ന മറ്റു പദ്ധതികൾ തന്നിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1, 2, 4 ഇവയെല്ലാം. നയനാമൃതം, പാദസ്പർശം, SIRAS. കേരള ആരോഗ്യക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്ത് അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ നടപ്പാക്കുന്ന മറ്റു പദ്ധതികൾ തന്നിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. നയനാമൃതം, പാദസ്പർശം, SIRAS. ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്മിഡ് DNA കോവിഡ് വാക്സിൻ ഏത്? ഓപ്ഷൻ ബി സൈക്കോവ്-D. ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്മിഡ് DNA കോവിഡ് വാക്സിൻ ഏത്? സൈക്കോവ്-D. തലയിൽ ചുമടുമായി നടന്നു നീങ്ങുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും? ഓപ്ഷൻ ബി 0 തലയിൽ ചുമടുമായി നടന്നു നീങ്ങുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും? 0. ഒരു കേന്ദ്രീകൃത ദ്രവത്തിൽ പ്രയോഗിക്കുന്ന മർദ്ദം എല്ലാ ദിശയിലേക്കും ഒരേ അളവിൽ വ്യാപിക്കും. ഈ പ്രസ്താവന ഏത് നിയമമാണ്? ഓപ്ഷൻ സി പാസ്കൽ നിയമം. ഒരു കേന്ദ്രീകൃത ദ്രവത്തിൽ പ്രയോഗിക്കുന്ന മർദ്ദം എല്ലാ ദിശയിലേക്കും ഒരേ അളവിൽ വ്യാപിക്കും. ഈ പ്രസ്താവന ഏതു നിയമമാണ്? പാസ്കൽ നിയമം. പ്രൊജക്ടൈൽ മോഷൻ ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി എയും ബിയും സിയും ശരിയാണ്. ജാവലിന്റെ സഞ്ചാരം, റോക്കറ്റിന്റെ സഞ്ചാരം, മിസൈലിന്റെ സഞ്ചാരം. പ്രൊജക്ടൈൽ മോഷന് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ജാവലിന്റെ സഞ്ചാരം, റോക്കറ്റിന്റെ സഞ്ചാരം, മിസൈലിന്റെ സഞ്ചാരം. ഇന്ത്യൻ നിർമ്മിത ഉപഗ്രഹ വിക്ഷേപണ വാഹനത്തിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി DLVT-B. ഇന്ത്യൻ നിർമ്മിത ഉപഗ്രഹ വിക്ഷേപണ വാഹനത്തിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്?
DLVTB. ഇന്ത്യൻ നിർമ്മിത ഉപഗ്രഹ വിക്ഷേപണ വാഹനത്തിൽ ഉൾപ്പെടുന്നവയാണ് GSLV, PSLV, RLV-TD. ഇന്ത്യൻ നിർമ്മിത ഉപഗ്രഹ വിക്ഷേപണ വാഹനത്തിൽ ഉൾപ്പെടുന്നവ ഓർത്തു വെച്ചോണം: GSLV, PSLV, RLV-TD. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ സി മണ്ണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണം ഏത്? മണ്ണ്. ചുവടെ നൽകിയിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? ഓപ്ഷൻ എ ബോയിൽ നിയമം. ചുവടെ നൽകിയിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? ബോയിൽ നിയമം. കാർബണിന്റെ താപഗതിക സ്ഥിരത ഏറ്റവും കൂടുതലുള്ള രൂപാന്തരത്വം ഏത്? ഓപ്ഷൻ ബി ഗ്രാഫൈറ്റ്. കാർബണിന്റെ താപഗതിക സ്ഥിരത ഏറ്റവും കൂടുതലുള്ള രൂപാന്തരത്വം ഏത്? ഗ്രാഫൈറ്റ്. മേഖലയിലെ ഗവേഷണത്തിനാണ് 2021 കെമിസ്ട്രി നോബൽ സമ്മാനം നൽകിയത്? ഓപ്ഷൻ ഡി അസിമെട്രിക് ഓർഗാനോ കാറ്റാലിസിസ്. ഏത് മേഖലയിലെ ഗവേഷണത്തിനാണ് 2021 കെമിസ്ട്രി നോബൽ സമ്മാനം നൽകിയത്? അസിമെട്രിക് ഓർഗാനോ കാറ്റാലിസിസ്. നോബൽ പ്രൈസ് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. 2025 നോബൽ പ്രൈസിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിലുണ്ട്. അപ്പം അത് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നോബൽ പ്രൈസ് ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് 2024 2025 PSC മിക്കപ്പോഴും ചോദിക്കുന്നത്. എന്നാൽ പക്ഷേ 2022 മുതൽ ഉള്ളത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2022 മുതൽ 2025 വരെയുള്ള നോബൽ പ്രൈസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാവരും പഠിക്കുക. അത്രയും പഠിച്ച് ഓർത്ത് വയ്ക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തവർ 2024 2025 നോബൽ പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് പഠിക്കുക. 2025 നോബൽ പ്രൈസിൻ്റെ ക്ലാസ് ചെയ്ത വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ അത് പോയി കണ്ട് പഠിക്കുക കേട്ടോ. 2025 നോബൽ പ്രൈസിൻ്റെ തന്നെയുള്ള ഒരു വീഡിയോ ഉണ്ട്. അതുകൂടാതെ 2025 ലോകത്തിലെയും ഇന്ത്യയിലെയും കേരളത്തിലെയും എല്ലാ പുരസ്കാരങ്ങളുടെ ഉള്ള ഒരു വീഡിയോ ഉണ്ട് ചാനലിൽ. അപ്പോൾ അതിനകത്തും ഉണ്ട് ഈ നോബൽ പ്രൈസിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ. പുരസ്കാരങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും എല്ലാ PSC പരീക്ഷകളിലെ ഒരു ഷുവർ ഷോട്ട് ക്വസ്റ്റ്യനാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നോബൽ പ്രൈസ്. അപ്പം അതൊക്കെ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചന്തുമേനോന്റെ നോവലുകൾ ഏവ? ഓപ്ഷൻ ഡി 2ഉം 4ഉം മാത്രം. ഇന്ദുലേഖ, ശാരദ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചന്തുമേനോന്റെ നോവലുകൾ ഏവ? ഇന്ദുലേഖ, ശാരദ. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് മാണി മാധവ ചാക്യാർക്ക് അനുയോജ്യമായവ മാത്രം കണ്ടെത്തുക. ഓപ്ഷൻ ബി 1ഉം 2ഉം 3ഉം മാത്രം. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നു. കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചു. 1974 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് മണിമാധവ ചാക്യാർക്ക് അനുയോജ്യമായവ മാത്രം കണ്ടെത്തുക. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നു. കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചു. 1974 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. തുടർച്ചയായി 2 ഒളിമ്പിക്സുകളിൽ വ്യക്തിഗത മെഡൽ നേടുന്ന ആദ്യ വനിതാ താരം? ഓപ്ഷൻ ബി PV സിന്ധു. തുടർച്ചയായ 2 ഒളിമ്പിക്സുകളിൽ വ്യക്തിഗത മെഡൽ നേടുന്ന ആദ്യ വനിതാ താരം PV സിന്ധു. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ആര്? ഓപ്ഷൻ ഡി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ആര്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 2020 JC ഡാനിയൽ പുരസ്കാരം നേടിയ കലാകാരൻ ആര്? ഓപ്ഷൻ ബി P ജയചന്ദ്രൻ. 2020 JC ഡാനിയൽ പുരസ്കാരം നേടിയ കലാകാരൻ ആര്? P ജയചന്ദ്രൻ. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് JC ഡാനിയൽ പുരസ്കാരം 2024 ലഭിച്ചിരിക്കുന്നത് നടി ശാരദയ്ക്കാണ്. ഓർത്ത് വെച്ചോണം. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ശാരദയ്ക്കാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്